ഹലോ സർ. ലക്ഷ്മി, പ്ലാൻ ചെയ്തതുപോലെ തന്നെയല്ലേ കാര്യങ്ങൾ പോകുന്നത്? അതെ, സാറ് പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നത്. ശരി, ഞാൻ വിളിക്കാം. ഓക്കെ സർ. ഇനി നിങ്ങൾ പറ, എന്താ ഞാൻ ചെയ്യണ്ടേ? സർ, സ്വർണം വരുന്നത് വരെ നമ്മൾ ബാങ്കിൽ വെയിറ്റ് ചെയ്യണം. സ്വർണം ബാങ്കിൽ എത്തിയ ശേഷം വിജയെ കുറച്ചു നേരത്തേക്ക് അവിടെ നിന്ന് മാറ്റി നിർത്തണം. എന്തിന്? അപ്പോഴേ നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. എങ്ങനെ? ഒരു വഴിയുണ്ട്, ഒരേ ഒരു വഴി. സാർ ലക്ഷ്മിയും കൂട്ടി പോയി. ചാക്കോ, റഹീം, നമുക്ക് കുറച്ച് പണിയുണ്ട്. സമയമില്ല, വേഗം. വട്ടിറങ്ങിയെന്ന് വിജയ് സാറിനെ വിളിച്ച് പറഞ്ഞു. പോയി ലോക്കർ തുറക്കാം. റെസിപ്റ്റ്സ് ഒക്കെ റെഡിയില്ലേ? ശരി. വരൂ സർ. എടുത്തോ. നിങ്ങൾ പുറത്ത് തന്നാ മതി പ്ലീസ്. നമ്മുടെ ബാങ്കിൽ അക്കൗണ്ടിലുള്ള എല്ലാവരുടെ പേരിലും സ്വർണം വെച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളത് ഇവിടെ വെക്കാൻ പറ്റില്ല. 3 ദിവസം കഴിഞ്ഞ ഇൻസ്പെക്ഷൻ. എന്താ ഇൻസ്പെക്ഷനോ? താൻ എന്തൊക്കെയാ പറയുന്നേ? ബാക്കിയുള്ള സ്വർണ്ണം ഇവിടെ തന്നെ വെച്ചാൽ മതി. ഓക്കെ, മാനേജ് ചെയ്തോളാം. അല്ല സാർ, ഈ ഇൻസ്പെക്ഷൻ സമയത്ത് കണക്കിൽപ്പെടാത്ത സ്വർണം ഇവിടെ ഇരുന്ന അത് പ്രശ്നമാവില്ലേ? പ്രശ്നോ? എന്തോ പ്രശ്നം? ഇല്ല സാർ, ഒരു പ്രശ്നമില്ല. സാർ, ഈ അവധി കഴിഞ്ഞ് വരുന്ന ദിവസം ഒരു ഓഡിറ്റിങ്ങിന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അന്നേരം ഈ ബാക്കി സ്വർണ്ണം ഇടുന്നല്ലാതെ കുഴപ്പത്തിലാവില്ലേ? അപ്പൊ എന്താ ചെയ്യാ? ഇല്ല സാർ, ഞാനത് വിജയ് സാർ ഇന്ന് രാത്രി തന്നെ ബാക്കിയുള്ള സ്വർണം സോണൽ ഓഫീസിൽ കൊണ്ടുപോയി പണയം വെക്കുവാണെങ്കിൽ കാര്യങ്ങൾ സേഫാവും. അത് ശരിയാ സാർ. ഇന്ന് രാത്രി അതൊന്നും പറ്റില്ല. ഇത്രയും സ്വർണം കൊണ്ട് മംഗലാപുരം വരെ പോകാൻ പറ്റുമോ? പോലീസൊക്കെ ഉണ്ടാവും സാർ. ഇതെന്റെ സ്വർണ്ണമല്ലേ, ഞാൻ വരാ കൂടെ. പോലീസ് ഇല്ലാത്ത വഴി എനിക്കറിയാം. അത് നല്ല ഐഡിയ സാർ. ലോക്കർ കുട്ടിക്ക് തന്നെ.
രാഘവ ഓ കാശ് കയ്യിൽ വരുന്നവരെ എൻ്റെ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ഇതിനകത്ത് അതുവരെ ഈ കീ എൻ്റെ കയ്യിൽ. ഭദ്രമായി നോക്കിക്കോണം. അന്ന് വിഷ്ണു തന്ന ഇൻഫർമേഷൻ അനുസരിച്ചാണ് 150 കിലോ സ്വർണം പിടിക്കാനായി ഞാൻ വഴിയിൽ കാത്തുനിന്നത്. പക്ഷെ കിട്ടിയത് വെറും 20 കിലോ സ്വർണം മാത്രം.